ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ട്രാൻസാക്ഷൻ കൺട്രോൾ ആയിരുന്നല്ലേ. ഇന്റേണൽ കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കൺട്രോൾ ആയിരുന്നു ട്രാൻസാക്ഷൻ കൺട്രോൾ. ഒരു കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാം അല്ലേ. അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ, അത് ഓതറൈസേഷൻ കിട്ടിയ ട്രാൻസാക്ഷൻ ആണോ, അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ട് അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സും ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ കൺട്രോളിൻ്റെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ട്രാൻസാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഏരിയ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്നും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും കരുതുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസാക്ഷൻ കൺട്രോൾ പോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ അണ്ടറിലുള്ള മറ്റൊരു കൺട്രോൾ, സേഫ് ഗാർഡിങ് കൺട്രോൾ. സേഫ് ഗാർഡിങ് കൺട്രോൾ ഒരൊറ്റ ലൈനിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കമ്പനിയിലെ അസറ്റ്സിനെയൊക്കെ സേഫായിട്ട് വെക്കുക. ഓക്കെ, അതിനു വേണ്ടിയുള്ള കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ നേരത്തെ പഠിച്ചത് നമ്മുടെ കമ്പനിയിലെ ട്രാൻസാക്ഷൻസിനൊക്കെ സേഫ് ആക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാനായിരുന്നു. സേഫ് ഗാർഡിങ് കൺട്രോളിൽ നമ്മുടെ കമ്പനിയിലുള്ള അസറ്റ്സിനെ സേഫ് ആക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിലുള്ള അസറ്റ്സ്? ക്യാഷ് അസറ്റാണ്, ഇൻവെൻട്രി അസറ്റാണ്, പിന്നെ അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് ആയ മെഷീനറിയും ഫർണിച്ചറും, അങ്ങനെ ഒരുപാട് അസറ്റ്സ് ഒരു കമ്പനിയിൽ ഉണ്ടാവും. ഇതിനെയൊക്കെ സേഫ് ആക്കി വെക്കുക. ഓക്കെ, അതാണ് നമ്മൾ സേഫ് ഗാർഡിങ് കൺട്രോളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ഇവിടെ കറക്റ്റ് ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ടു പ്രൊട്ടക്ട് അസറ്റ്സ് ഫ്രം ലോസ്, മിസ്യൂസ്, ഡിസ്ട്രാക്ഷൻസ് ഡ്യൂ ടു തെഫ്റ്റ്, അൺഓതറൈസ്ഡ് യൂസ് ഓർ ഡിസാസ്റ്റേഴ്സ് അല്ലേ. അതായത് ഡിസാസ്റ്റേഴ്സും അൺഓതറൈസ്ഡ് യൂസും തെഫ്റ്റും പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ അസറ്റ്സിനെ സേഫ് ആക്കുക. അതാണ് സേഫ് ഗാർഡിങ് കൺട്രോളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് കാര്യമാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് അല്ലേ. അതായത് ഫസ്റ്റ് ക്ലാസ് മുതലേ പറയാൻ വേണ്ടി തുടങ്ങുന്നതാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. അതായത് ഒരു ജോലി ഒരാളെ കൊണ്ട് ഒന്നിലധികം ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഓതറൈസേഷൻ കൊടുക്കേണ്ടത് ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അവിടെ എന്താ പറയുക, അത് റെക്കോർഡ് ചെയ്യേണ്ടത് വേറൊരാളായിരിക്കണം. അതുപോലെ തന്നെ അത് റെക്കൺസിൽ ചെയ്യേണ്ടത്, അത് പരിശോധിക്കേണ്ടത് വേറൊരാളായിരിക്കണം. അപ്പോൾ ഇതെല്ലാവരും കൂടി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതും എന്നാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിൽ പറയുക. ഡ്യൂട്ടീസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക, വിഭജിച്ച് കൊടുക്കുക അല്ലേ. അതായത് ഓരോ ആൾക്കാർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു. ഒരു കമ്പനിയിൽ രാഹുൽ എന്ന് പറഞ്ഞൊരു ക്യാഷർ ഉണ്ടായിരുന്നു. ആൾ തന്നെയായിരുന്നു ക്യാഷ് കളക്ട് ചെയ്യുന്നതും ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും. ഇവിടെ 3 കാര്യങ്ങളും രാഹുൽ ചെയ്തത് കൊണ്ട് അവിടെ എന്താ പറയുക, ഒരു ഫ്രോഡ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി രാഹുലിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യവും ഒരാൾ ചെയ്യേണ്ടതല്ല. ഒരാൾ ക്യാഷ് കളക്ട് ചെയ്യുക, വേറൊരാൾ അത് റെക്കോർഡ് ചെയ്യുക, ദെൻ വേറൊരാൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുക, വേറൊരാൾ അത് റെക്കൺസിൽ ചെയ്യുക, പരിശോധിക്കുക. അപ്പോൾ ഇവിടെ 4 പേരിലേക്ക് ആ ഡ്യൂട്ടി സെഗ്രിഗേറ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ ഒരാൾ ഒരിക്കലും ഈ പറയുന്ന 4 ഡ്യൂട്ടിയും ചെയ്യാൻ പാടില്ല. ചെയ്യുമെങ്കിൽ എന്താ, അവിടെ ഫ്രോഡ് നടക്കാൻ വേണ്ടി ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷൊക്കെ അവിടെ മിസ്യൂസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ തെഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്നത്. നമുക്ക് നോക്കാം. നോ സിംഗിൾ പേഴ്സൺ ഷുഡ് കൺട്രോൾ ഓൾ സ്റ്റേജസ് ഓഫ് ട്രാൻസാക്ഷൻ, ഹെൽപ്പ് പ്രിവെൻറ്റ് ആൻഡ് ഡിറ്റക്ട് ഫ്രോഡ് ഓർ എറർ അല്ലേ. അതായത് ഒരു സിംഗിൾ പേഴ്സൺ തന്നെ ഒരു ട്രാൻസാക്ഷൻ്റെ എല്ലാ ലെവലും കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തത് കൺട്രോൾഡ് ആക്സസ്, ലിമിറ്റ് ആക്സസ് ടു സെൻസിറ്റീവ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. എക്സാമ്പിൾ ബാങ്ക് ചെക്ക്, പാസ്വേഡ്, പർച്ചേസ് ഓർഡർ അല്ലേ. അതായത് ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയി ആ കമ്പനിയിലെ എല്ലാ ഡാറ്റയും കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ അക്കൗണ്ട് സംബന്ധമായ ഡാറ്റാസൊക്കെ ആ കമ്പനിയിലൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് കാണണമെന്നൊരു നിർബന്ധവുമില്ല. ആൾക്ക് ആ ഡാറ്റാസ് കാണേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. അതായത് ആർക്കാണോ ആ ഡാറ്റയിലേക്കുള്ള ആക്സസ് ഉള്ളത് അയാൾക്ക് മാത്രമേ അത് കാണാൻ വേണ്ടി പാടുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും കൂടി നമ്മുടെ കമ്പനിയിലെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് ഉണ്ടാവില്ല, ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ബാങ്ക് ചെക്സും പർച്ചേസ് ഓർഡറും ഒന്നും നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, പർച്ചേസ് ഓർഡറൊക്കെ കാണേണ്ടത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പർച്ചേസ് മാനേജറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റാസിലേക്കുള്ള ആക്സസ്. കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണിച്ചു കൊടുക്കൂ. അതല്ലാതെ ഒരാൾക്ക് എല്ലാത്തിലേക്കുള്ള ആക്സസ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ, അവിടെ അവർക്ക് മിസ്യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് കൺട്രോൾഡ് ആക്സസ് എന്നും പറഞ്ഞ് സെഗ്രിഗേഷൻ സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ദെൻ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, സെക്യൂർ അസറ്റ്സ് സച്ച് ആസ് ക്യാഷ് ആൻഡ് ഇൻവെൻട്രി ഇൻ ലോക്ക്ഡ് ഓർ ഗാർഡഡ് ഏരിയാസ് അല്ലേ. അതായത് നമ്മുടെ ക്യാഷിനെയും ക്യാഷും ഇൻവെൻട്രിയൊക്കെ എന്താണ്, നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് ആണ്. അപ്പോൾ ഈ ക്യാഷിനെയും ഇൻവെൻട്രിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ
സേഫ് ആക്കി വെക്കണം അല്ലേ, അതായത് ക്യാഷ് കൃത്യമായിട്ട് ലോക്കറിൽ സൂക്ഷിക്കണം, അതുപോലെ തന്നെ അതിനോടെ CCTV ഒക്കെ ഉണ്ടാകണം, ആ ലോക്കറിലേക്ക് പാസ്വേഡ് ഉണ്ടാകണം, അതുപോലെ തന്നെ ഇൻവെൻട്രീനെയൊക്കെ ലൈക്ക് കൃത്യമായിട്ട് ഗോഡൗണിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ ഗാർഡ്സ് ഉണ്ടാവണം, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഉണ്ടാവണം. അപ്പോൾ ഡിസാസ്റ്ററോ അതല്ലെങ്കിൽ തെഫ്റ്റോ ഉണ്ടാകാത്തൊരു സ്ഥലത്ത് വേണം ഇൻവെൻട്രി സ്റ്റോർ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ അസറ്റ്സിനെ ഫിസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു വരുന്നത്, സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ സൂപ്പർവിഷൻ ആൻഡ് വെരിഫിക്കേഷൻ, റെഗുലർ ഓവർസൈറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എൻഷുവർ കംപ്ലയിൻസ് ആൻഡ് ഡിറ്റക്ട് ഇറഗുലാരിറ്റീസ്. അതായത് നമ്മുടെ ബുക്സിലുള്ള ഇൻവെൻട്രി തന്നെ നമ്മുടെ ഗോഡൗണിൽ ഉണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്യാഷ് പോയി എണ്ണി നോക്കുക, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് നടക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ഓർഡറും റിസീവിംഗ് റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് നോക്കുക, ഓക്കെ പർച്ചേസ് ചെയ്ത് അത്ര തന്നെ ക്വാണ്ടിറ്റി കിട്ടിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അടിച്ചു മാറ്റിയോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ വഴി നമുക്ക് മനസ്സിലാവും. അതാണ് പറയുന്നത് സൂപ്പർവിഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതായത് ഒരു മേൽനോട്ടം വഹിക്കുക, ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുക. ക്യാഷ് ബുക്കിലുള്ളത് തന്നെ ലോക്കറിലുണ്ടോ എന്ന് എണ്ണി നോക്കുക, ഇൻവെൻട്രി ബുക്കിലുള്ളത് തന്നെ ഗോഡൗണിലുണ്ടോ എന്ന് ലൈക്ക് പോയി കൗണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വെരിഫിക്കേഷൻസ് നടത്തുക. അപ്പോൾ ഇതാണ് സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി അല്ലേ, അതായത് നമ്മുടെ ഡ്യൂട്ടീസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് വിഭജിച്ച് കൊടുക്കുക. ഒരു ട്രാൻസാക്ഷൻ്റെ എല്ലാ ലെവലും ഒരു എംപ്ലോയി തന്നെ മാനേജ് ചെയ്യാൻ പാടില്ല അല്ലേ, അത് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ കൺട്രോൾഡ് ആക്സസ്, നമ്മുടെ കമ്പനിയിലെ ഡാറ്റാസിലേക്കുള്ള ആക്സസ് ഒക്കെ കൺട്രോൾഡ് ചെയ്യുക അല്ലേ, അതായത് ലിമിറ്റഡ് ആക്കുക, എല്ലാവർക്കും എല്ലാ ഡാറ്റയിലുള്ള ആക്സസ് കൊടുക്കാതിരിക്കുക. ദെൻ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, ക്യാഷും നമ്മുടെ ഇൻവെൻട്രിയും ഒക്കെ കൃത്യമായിട്ട് ഫിസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ സൂപ്പർവിഷൻ ആൻഡ് വെരിഫിക്കേഷൻ, ഇത് കൃത്യമായിട്ടാണോ റെക്കോർഡ് ചെയ്തതനുസരിച്ച് നമ്മുടെ ഇതിലുണ്ടോ ഫിസിക്കലി ഉണ്ടോ എന്ന് കൗണ്ടൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 2-3 സ്ലിപ്സ് ഒക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോട്ടായിട്ട് ചെറുതായിട്ട് ഇവർ പറയുന്നുണ്ട്, സേഫ് ഗാർഡിങ് ഫോക്കസ് ഓൺ പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് ലോസ്, നോട്ട് ഓൺ പ്രിവെൻറ്റിംഗ് വേസ്റ്റ് ഓർ പുവർ ഡിസിഷൻസ് ദോസ് റിലേറ്റഡ് ടു ജനറൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി. അതായത് ഇതൊരു പ്രിവെൻറ്റിംഗ് കൺട്രോളാണ്. അതായത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞ് കൺട്രോൾ ചെയ്യുവാണ്. ഇപ്പോൾ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഒക്കെ എന്താണ്, നമ്മൾ ഓക്കെ ഒരാളെ എല്ലാ ജോലിയും ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ ഫ്രോഡ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അയാളെ ക്യാഷ് കളക്ട് ചെയ്തിട്ട് കുറച്ച് പോക്കറ്റിൽ വെച്ചിട്ട് ബാക്കിയെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ അങ്ങനൊരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തു അല്ലെ, ഡ്യൂട്ടീസിനെ ഓരോ ആൾക്കാരിലേക്കും കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ കണ്ടറിഞ്ഞ് നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇത് പ്രിവെൻറ്റിംഗ് ആണ്. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ അതാണ് സെഗ്രിഗേഷൻ, സേഫ് ഗാർഡിങ് ഫോക്കസ് ഓൺ പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് ലോസ് അല്ലേ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. നമ്മൾ ഈ പഠിച്ച സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇല്ലേ, അതിനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ച സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ലെവൽസ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആകെ ഉള്ളത് 4 ലെവൽസാണ് ഒരു ട്രാൻസാക്ഷനിൽ. 4 ലെവൽസ് എന്തൊക്കെയാണ്? ഓതറൈസേഷൻ, ഒരാൾ ഒരു ട്രാൻസാക്ഷന് ഓതറൈസേഷൻ കൊടുക്കണം. ആ ഉള്ള ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി പാടുള്ളൂ. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, അതായത് ഈ നടന്ന ട്രാൻസാക്ഷനെ കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ കസ്റ്റഡി, എന്ത് അസറ്റാണോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷ് ആണെങ്കിലോ ഇൻവെൻട്രി ആണോ ഈ ട്രാൻസാക്ഷനിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കസ്റ്റഡി ഒരാളായിരിക്കണം. ദെൻ റെക്കൺസിലിയേഷൻ, അതായത് ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടോ, ഇൻവെൻട്രി കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളുണ്ടോ എന്ന് ബാങ്കും അതുപോലെ നമ്മുടെ ക്യാഷ് ബുക്കൊക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കുക, റെക്കൺസിൽ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ 4 ലെവൽസാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ 4 ലെവൽസ്, അതായത് ഓതറൈസേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, അതുപോലെ തന്നെ കസ്റ്റഡി, റെക്കൺസിലിയേഷൻ, ഇത് 4 ആൾക്കാരാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ തന്നെ ഓതറൈസ് ചെയ്തിട്ട് അയാൾ തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ട് അയാൾ തന്നെ അസറ്റിനെ കസ്റ്റഡി വെച്ചിട്ട് അയാൾ തന്നെ റെക്കൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആളവിടെ ഫ്രോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ. അതായത് പുള്ളി തന്നെ ഒരു ട്രാൻസാക്ഷൻ ഓതറൈസേഷൻ കൊടുത്തു, പുള്ളി തന്നെ കുറച്ച് ക്യാഷ് അടിച്ച് മാറ്റി, പുള്ളി ബാക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതുപോലെ തന്നെ അയാൾ തന്നെ റെക്കൺസിൽ ചെയ്തിട്ട് പറയുവാണ് ഓക്കെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 4 ഒരു ട്രാൻസാക്ഷൻ്റെ 4 തലങ്ങൾ, ഓതറൈസേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, കസ്റ്റഡി, റെക്കൺസിലിയേഷൻ, ഇത് 4 പേരാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ് അല്ലേ. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇങ്ങനെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആക്കുക. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതായത് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിയുടെ കുറച്ച് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഇൻവെൻട്രി പർച്ചേസ് ആൻഡ് കൺട്രോൾ. അതായത് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആണല്ലേ, ആ ഒരു ട്രാൻസാക്ഷനെ എങ്ങനെയായിരിക്കും നമ്മൾ ഈ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി വെച്ച് കൺട്രോൾ ചെയ്യുകയെന്ന്. പർച്ചേസിംഗ് മാനേജർ അപ്രൂവ്സ്
പർച്ചേസ് ഓർഡർ ആഫ്റ്റർ റിസീവിങ് ഓതറൈസ്ഡ് റിക്വസിഷൻ അല്ലേ. അതായത് ഒരു ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ആരാണ് അതിന് ഓതറൈസേഷൻ കൊടുക്കേണ്ടത്? പർച്ചേസ് മാനേജറാണ് അല്ലേ. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പർച്ചേസ് മാനേജറിന് ഒരു റിക്വസിഷൻ കിട്ടും, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ഇൻവെൻട്രി ഇല്ല, അപ്പോൾ ഇത്രയും പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ പർച്ചേസ് മാനേജറാണ് ആ റിക്വസിഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഓതറൈസേഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരാളുടെ ഓതറൈസേഷൻ ഉണ്ടാകണം. ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഓതറൈസേഷൻ നൽകുന്നത് ആരാണ്? പർച്ചേസ് മാനേജറാണ്. പർച്ചേസ് മാനേജറിൻ്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാവുള്ളൂ, ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാവുള്ളൂ. ദെൻ റെക്കോർഡ് കീപ്പിംഗ്. ഇപ്പോൾ ഈ നടന്ന കാര്യത്തിന് ആരാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്? റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് പ്രിപ്പേഴ്സ് റിസീവിംഗ് റിപ്പോർട്ട്സ്. അതായത് റിസീവിംഗ് റിപ്പോർട്ടുണ്ട്, അതായത് നമ്മുടെ പർച്ചേസ് മാനേജർ അപ്രൂവ് ചെയ്ത പർച്ചേസ് ഓർഡർ നമ്മൾ അത് കൊടുക്കും. അപ്പോൾ വെൻഡറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇൻവെൻട്രി വരും. അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ ഇൻവെൻട്രി റിസീവ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്, അവർ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്താ പറയുക, കൊടുത്ത ഓർഡറിനുള്ള ഇൻവെൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു ഇൻവെൻട്രി പർച്ചേസ് നടക്കുമ്പോഴേക്കും അവിടെ ഓതറൈസേഷൻ നൽകേണ്ടത് പർച്ചേസ് മാനേജറും അതുപോലെ തന്നെ അവിടെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അല്ലേ. എപ്പോൾ നമ്മുടെ ആഫ്റ്റർ പർച്ചേസ് അല്ലേ, റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് പ്രിപ്പയർ റിസീവിംഗ് റിപ്പോർട്ട്സ് അല്ലേ. അതായത് നമുക്ക് ആ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ആ റിസീവിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കും. ദെൻ കസ്റ്റഡി. വെയർ ഹൗസ് പേഴ്സണൽ മെയിൻറ്റെയിൻ ഫിസിക്കൽ കൺട്രോൾ ഓവർ ഇൻവെൻട്രി. ഇവിടുത്തെ നമ്മുടെ അസറ്റ് എന്താണ്? ഇൻവെൻട്രി ആണല്ലേ, ഇൻവെൻട്രി ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റഡി ആർക്കായിരിക്കും? വെയർ ഹൗസ് പേഴ്സണലായിരിക്കും. അതായത് വെയർ ഹൗസിലാണ് നമ്മുടെ ഇൻവെൻട്രി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റഡി ആർക്കായിരിക്കും? വെയർ ഹൗസ് പേഴ്സണലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓതറൈസേഷൻ പർച്ചേസ് മാനേജറിനായിരുന്നു, ഇതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ആരായിരുന്നു? നമ്മുടെ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മുടെ പർച്ചേസ് ഓർഡർ റിഫിൽ ആയി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കസ്റ്റഡി, ഈ ഇൻവെൻട്രീനെ കസ്റ്റഡി ചെയ്യേണ്ട ആരാണ്? ഈ ഇൻവെൻട്രി നമ്മുടെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആരായിരുന്നു? വെയർ ഹൗസ് പേഴ്സണലായിരുന്നു. ഇത് മൂന്നും ഒരാൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഫ്രോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ. അവിടെ ഫ്രോഡ് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ 3ആയിട്ട് കൊടുത്തത്. ഇനിയുണ്ടോ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്. എന്ത്? റിക്കൺസിലിയേഷൻ. ഇത് വെരിഫൈ ചെയ്യണ്ടേ? ഇൻവെൻട്രി കൺട്രോൾ കൗണ്ട്സ് ഫിസിക്കൽ സ്റ്റോക്ക്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത ഇൻവെൻട്രി അത്രയും ഇൻവെൻട്രി നമുക്ക് ഫിസിക്കലി നമ്മുടെ സ്റ്റോക്കായിട്ട് ഉണ്ടോ എന്ന് നമുക്ക് റെക്കൺസിൽ ചെയ്യണ്ടേ, അതായത് എണ്ണി നോക്കണ്ടേ. ഓക്കെ, നമ്മളൊരു 1000 ഇൻവെൻട്രി ബുക്ക് ചെയ്തു, അത് നമ്മൾ അക്കൗണ്ടിങ് അത് നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയപ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണിൽ പോയി നമ്മൾ എണ്ണി നോക്കിയപ്പോഴേക്കും 900 ഉള്ളൂ, ഒരു 100 മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റിക്കൺസിൽ ചെയ്യണം, നമ്മളത് പരിശോധിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് പേഴ്സണൽ 1 റിക്കൺസൈൽ കൗണ്ട് ടു റെക്കോർഡ്സ് അല്ലേ. അതായത് ഫസ്റ്റ് എന്താ പറയുക, ഈ റെക്കൺസിൽ ചെയ്യേണ്ടത് 3 അക്കൗണ്ട് പേഴ്സണൽമാരായിരിക്കും. അതിൽ ഫസ്റ്റ് അക്കൗണ്ട് പേഴ്സണലിൻ്റെ ഡ്യൂട്ടി എന്താണ്? എണ്ണി നോക്കുക. റിക്കൺസിയൽ കൗണ്ട്സ് ടു റെക്കോർഡ്സ് അല്ലേ. അതായത് നമ്മുടെ റെക്കോർഡിലെ കൗണ്ടും അതുപോലെ തന്നെ ഫിസിക്കൽ കൗണ്ടും തമ്മിൽ മാച്ച് ആണെന്ന് നോക്കുക. ദെൻ അക്കൗണ്ട് പേഴ്സണൽ 2 അപ്ഡേറ്റ് റെക്കോർഡ്സ് അല്ലേ. അതായത് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ സെല് ചെയ്യുമ്പോഴൊക്കെ ആ റെക്കോർഡ് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇൻവെൻട്രി കുറഞ്ഞു, ഓക്കെ, ഇൻവെൻട്രി വന്നു, അതുപോലെ തന്നെ ആ റെക്കോർഡ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ അക്കൗണ്ടിങ് പേഴ്സണൽ 3 പ്രിപ്പയർ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. അതായത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക ഒബ്സലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നശിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ റിക്കൺസിൽ ചെയ്യേണ്ടത് എന്തിനായിരുന്നു? നമ്മുടെ ഇൻവെൻട്രിയുടെ അക്കൗണ്ട് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അത് 3 അക്കൗണ്ടൻറ്റ് പേഴ്സണൽസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൾ എന്താ ചെയ്യണത്? റിക്കൺസിയൽ കൗണ്ട് ടു റെക്കോർഡ്സ്. നമ്മുടെ റെക്കോർഡിലുള്ളതും അതുപോലെ തന്നെ ഫിസിക്കലുള്ള കൗണ്ടും തമ്മിൽ മാച്ച് ആണോ എന്ന് നോക്കും അല്ലേ. അതായത് എണ്ണി നോക്കുമ്പോഴേക്കും 100, പക്ഷേ അക്കൗണ്ട്സിൽ 90 ഉള്ളൂ, പക്ഷേ അക്കൗണ്ട്സിൽ 100, എണ്ണി നോക്കുമ്പോൾ 90. അപ്പോൾ മിസ് മാച്ച് വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ദെൻ അപ്ഡേറ്റ് റെക്കോർഡ്സ്. അതായത് രണ്ടാമത്തെ അക്കൗണ്ട് പേഴ്സണലിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ നിന്നൊരു ഇൻവെൻട്രി പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് പേഴ്സണലിൻ്റെ ഡ്യൂട്ടി. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? റിക്കൺസിലിയേഷൻ, പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ അക്കൗണ്ടിങ് പേഴ്സണൽ 3 പ്രിപ്പയർ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇൻവെൻട്രിയിൽ, അതായത് എന്തെങ്കിലും ഒബ്സലേറ്റ് ആക്കി പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ 4 ലെവൽസും പഠിച്ചു അല്ലേ. ഒരു ട്രാൻസാക്ഷൻ്റെ 4 ലെവൽസും പഠിച്ചു. എന്തിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട്? നമ്മുടെ
ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ 4 ലെവൽസും പഠിച്ചു. ഫസ്റ്റ് വൺ ഓതറൈസേഷൻ അല്ലേ, അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേക്കും ഒരാളുടെ ഓതറൈസേഷൻ വേണം. ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഓതറൈസേഷൻ കൊടുക്കേണ്ട ആരാണ്? നമ്മുടെ പർച്ചേസ് മാനേജറാണ്. പർച്ചേസ് മാനേജറിൻ്റെ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദെൻ റെക്കോർഡ് കീപ്പിംഗ് അല്ലേ, അതായത് നെക്സ്റ്റ് വൺ ആണ് റെക്കോർഡ് കീപ്പിംഗ്. അതായത് ഈ പർച്ചേസ് ചെയ്ത ലൈക്ക് ഈ ഒരു ഇൻവെൻട്രി നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം അല്ലേ, അത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്. അതായത് ഇൻവെൻട്രി നമ്മൾ പർച്ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ ലൈക്ക് പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലും അതിൻ്റെ പ്രൈസ് എന്നുള്ള രീതിയിലും ഒക്കെ. ദെൻ കസ്റ്റഡി അല്ലേ, അതായത് ഈ ഇൻവെൻട്രിനെ കസ്റ്റഡി ചെയ്യണം അല്ലേ, ഇൻവെൻട്രി നമുക്ക് സൂക്ഷിക്കണ്ടേ, ഇൻവെൻട്രി നമുക്ക് വെക്കണം. അതിനുള്ള റൈറ്റ് അല്ലെങ്കിൽ അത് ആർക്കായിരുന്നു അതിൻ്റെ കസ്റ്റഡി ഉള്ളത്? വെയർ ഹൗസ് പേഴ്സണൽ അല്ലേ, അതായത് വെയർ ഹൗസിലുള്ള ആ ഒരു പേഴ്സണലാണ് നമ്മുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് കസ്റ്റഡി ചെയ്യാനുള്ള റൈറ്റ്. ദെൻ റെക്കൺസിലിയേഷൻ, അത് 3 അക്കൗണ്ട് പേഴ്സണൽസ് ആയിരുന്നു. ഫസ്റ്റ് അക്കൗണ്ടൻ്റ് എന്താ ചെയ്യണത്? അത് കൃത്യമായിട്ട് എണ്ണി നോക്കും അല്ലേ, ഫിസിക്കൽ കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സിലായിട്ട് നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ദെൻ രണ്ടാമത്തെ അക്കൗണ്ടൻ്റ് എന്താണ് ചെയ്തിരുന്നത്? ആള് എന്താ പറയുക, എന്തെങ്കിലും അപ്ഡേറ്റ് റെക്കോർഡ്സ് അല്ലേ, അതായത് റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യും. ഇൻവെൻട്രി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഇൻവെൻട്രി പോയിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമത്തെ അക്കൗണ്ട് പേഴ്സണൽ എന്തായിരുന്നു? അഡ്ജസ്റ്റിംഗ് ചെയ്യാനുള്ള എൻട്രീസ് അല്ലേ, ഒബ്സലേറ്റ് ഇൻവെൻട്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 4 ലെവൽസ് ആയിരുന്നു: ഓതറൈസേഷൻ, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്, ദെൻ കസ്റ്റഡി, ദെൻ റെക്കൺസിലിയേഷൻ. ഒരുപാട് റിപ്പീറ്റ് ചെയ്തു ഇൻവെൻട്രി പർച്ചേസ് കൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നു. കാരണം ഇത് നിങ്ങൾക്ക് തലയിൽ കൃത്യമായിട്ടിരിക്കണം. അതായത് ആരാണ് ഓതറൈസേഷൻ, ആരാണ് റെക്കോർഡ് കീപ്പിംഗ്, ആരാണ് കസ്റ്റഡി, ആരാണ് റെക്കൺസിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് 4ഉം കൂടി ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അവിടെ ഒരുപാട് ഫ്രോഡ് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ, അക്കൗണ്ട്സ് പേയബിൾ. ഒരു അക്കൗണ്ട്സ് പേയബിൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേക്കും ഓതറൈസേഷൻ ആർക്കാണെന്ന്? അക്കൗണ്ട്സ് പേയബിൾ മാനേജർ അപ്രൂവ് പേയ്മെൻറ്റ് ആഫ്റ്റർ വെരിഫൈയിങ് ഡോക്യുമെൻറ്റ്സ് അല്ലേ, അതായത് നമുക്ക് ക്യാഷ് നമ്മൾ കടം വാങ്ങിയ ഒരാൾ, അതല്ലെങ്കിൽ നമ്മൾ ഇൻവെൻട്രി പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾ, ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മൾ ക്യാഷ് കൊടുക്കാൻ വേണ്ടി നോക്കുവാണ് നമ്മുടെ അക്കൗണ്ട്സ് പേയബിളിന് അല്ലേ. അപ്പോൾ ഇതിന് അപ്രൂവ് തരേണ്ട ആരാണ്? അക്കൗണ്ട്സ് പേയബിൾ മാനേജറാണ്. അക്കൗണ്ട്സ് പേയബിൾ മാനേജർ ആ ഡോക്യുമെൻറ്റ് നോക്കും. ഓക്കെ, നമ്മൾ ഇത്രയും കൊടുക്കാനുള്ള ക്യാഷാണ്, കൊടുത്തോ എന്ന് പറഞ്ഞ് വെരിഫൈ ചെയ്യും അല്ലേ. ആളാണ് അവിടെ ഓതറൈസ് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് പേയബിൾ മാനേജറാണ് ക്യാഷ് കൊടുത്തോ എന്ന് പറയേണ്ടത്, കൊടുത്തോളൂ എന്ന് വെരിഫൈ ചെയ്ത് അത് അപ്രൂവ് ചെയ്യേണ്ടത്. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, അക്കൗണ്ട്സ് പേയബിൾ സ്റ്റാഫ് പ്രിൻ്റ് ആൻഡ് റെക്കോർഡ് ചെക്ക് ആഫ്റ്റർ അപ്രൂവൽസ്. അതായത് അക്കൗണ്ട്സ് പേയബിൾ സ്റ്റാഫ് ഉണ്ടാവും, അക്കൗണ്ട്സ് പേയബിൾ മാനേജർ അല്ല, അക്കൗണ്ട്സ് പേയബിൾ മാനേജറാണ് ഇതിന് ഓതറൈസേഷൻ നൽകേണ്ടത്, ഇതിന് അപ്രൂവ് നൽകേണ്ടത്. പൈസ കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ അത് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ നമ്മൾ കൊടുക്കാനുള്ള ക്യാഷാണ്, ഓക്കെ ഇപ്പോൾ ഇത്രയും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ അത് അപ്രൂവ് ചെയ്യേണ്ടത് അക്കൗണ്ട്സ് പേയബിൾ മാനേജറും ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് അക്കൗണ്ട്സ് പേയബിൾ സ്റ്റാഫുമാണ്. ദെൻ കസ്റ്റഡി, ട്രഷറർ ഓഫീസ് കൺട്രോൾ ദ ചെക്ക് സൈനിങ് സ്റ്റാമ്പ് അല്ലേ, അതായത് എപ്പോഴും ക്യാഷും ചെക്കും ഒക്കെ ആരുടെ കസ്റ്റഡിയിലായിരിക്കും? നമ്മുടെ ട്രഷററിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ട്രഷററാണ് എന്താ പറയുക, ഓഫീസ് കൺട്രോൾ ദ ചെക്ക് സൈനിങ് സ്റ്റാമ്പ്, അതായത് ചെക്ക് സൈനിങ് സ്റ്റാമ്പ് ആരുടെയിലായിരിക്കും? ട്രഷററിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ട്രഷററാണ് ലൈക്ക് അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മൂന്നും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രോഡ് കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് 3 ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? അക്കൗണ്ട്സ് പേയബിൾ മാനേജറാണെന്ന് വിചാരിച്ചോളൂ. അക്കൗണ്ട്സ് പേയബിൾ മാനേജർ വെറുതെ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യും, എന്നിട്ട് അയാൾ തന്നെ അത് റെക്കോർഡ് ചെയ്യും, അയാൾ തന്നെ സ്റ്റാമ്പ് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ തന്നെ അതിൽ സൈൻ ചെയ്യും. അപ്പോൾ എന്താ, ആൾക്ക് പൈസ അടിച്ച് മാറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 3 പേരിലേക്ക് കൊടുത്തത്. ആരുടെ കയ്യിലേക്കൊക്കെ? അക്കൗണ്ട്സ് പേയബിൾ മാനേജർ, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ആണ് അക്കൗണ്ട്സ് പേയബിൾ സ്റ്റാഫ്, ദെൻ കസ്റ്റഡി ആരുടെ കയ്യിലായിരുന്നു? നമ്മുടെ ട്രഷററിൻ്റെ കയ്യിലായിരുന്നു. എന്തിൻ്റെ കസ്റ്റഡി? നമ്മുടെ ചെക്കിംഗ് സൈനിങ് സ്റ്റാമ്പിൻ്റെ, ചെക്ക് സൈനിങ് സ്റ്റാമ്പ്. ദെൻ റെക്കൺസിലിയേഷൻ, അക്കൗണ്ടിങ് സ്റ്റാഫ് റെക്കൺസിൽ സബ്സിഡിയറി ലെഡ്ജർ ടു ദ ജനറൽ ലെഡ്ജർ അല്ലേ, അതായത് നമ്മുടെ വേറൊരു അക്കൗണ്ടിങ് സ്റ്റാഫ് ഉണ്ടാകും, അയാൾ റെക്കൺസിൽ ചെയ്യും. ഓക്കെ, ഇത്ര ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് കുറച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് റെക്കൺസിൽ ചെയ്യും. അപ്പോൾ റെക്കൺസിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവിടെ അത് പിടിക്കപ്പെടും അല്ലേ. അപ്പോൾ റെക്കൺസിൽ ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ് ഉണ്ടാവും, ഇത് കൊടുത്തിട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തതിൻ്റെ അവസ്ഥ എന്നുള്ള കൃത്യമായിട്ട് റെക്കൺസിൽ ചെയ്യാൻ, വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും. അപ്പോൾ ഇത് 4ഉം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഫ്രോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ. ഇവിടെ ഓതറൈസേഷൻ കൊടുക്കേണ്ട ആരായിരുന്നു? നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ മാനേജർ. ഇവിടെ ആരാണ് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് പേയബിൾ സ്റ്റാഫ്. ആരുടെ കയ്യിലായിരുന്നു ആ ചെക്ക് സൈനിങ് സ്റ്റാമ്പ് ഉള്ളത്? നമ്മുടെ ട്രഷററിൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ആരാണിത് റെക്കൺസിൽ ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് സ്റ്റാഫ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു 2 എക്സാമ്പിളും കൂടി നമുക്ക് എന്താ പറയുക ടെക്സ്റ്റിലുണ്ട്. ഇതാ നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴേക്കും അതിന് ഓതറൈസേഷൻ കൊടുക്കേണ്ടത് ആര്? സെയിൽസ് മാനേജർ അപ്രൂവ് സെയിൽസ്, ക്രെഡിറ്റ് മാനേജർ അപ്രൂവ്സ് ക്രെഡിറ്റ് ടേംസ്, അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ അപ്രൂവ്സ് ഇൻവോയ്സസ്, റൈറ്റ് ഓഫ്സ് ആൻഡ് റിട്ടേൺസ് അല്ലേ.
ഇവിടെ ഇവിടെ ഇത് മീൻസ് ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകാൻ വേണ്ടി ഭയങ്കര ചാൻസാണ്. കാരണം ഇവിടെ 3 പേര് ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് സെയിൽസ് നടത്തിക്കോ എന്ന് പറഞ്ഞ് അപ്രൂവ് കൊടുക്കുന്ന ആരാണ്? സെയിൽസ് മാനേജറാണ്. അതുപോലെ തന്നെ ഓക്കെ, ഈ ഒരു കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് ടൈമും എല്ലാം പരിശോധിച്ചിട്ട് ഇവർക്ക് ഈ ഒരു ക്രെഡിറ്റ് ടൈമിൽ കൊടുക്കാം, ഇവർക്ക് സിബിലുണ്ട്, ക്രെഡിറ്റ് ടൈം കൊടുക്കുന്ന ആരായിരിക്കും? ക്രെഡിറ്റ് മാനേജർ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിലോ ഇൻവോയ്സ് കൊടുക്കാനുണ്ടെങ്കിലോ അതൊക്കെ കൊടുക്കേണ്ടത് ആരായിരിക്കും? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ ആയിരിക്കും. അപ്പോൾ 3 പേരാണ് ഇവിടെ ഓതറൈസേഷൻ കൊടുക്കുന്നത്. സെയിൽസ് മാനേജർ എന്ത് ഓതറൈസേഷൻ ആണ് കൊടുക്കുന്നത്? ഓക്കെ, സെയിൽസ് നടത്തിക്കോളൂ എന്നുള്ളൊരു ഓതറൈസേഷൻ. ക്രെഡിറ്റ് മാനേജർ എന്താണ് കൊടുക്കുന്നത്? ഈ കസ്റ്റമറിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി ഇയാൾ ഓക്കെ ആണോ, ഇയാൾക്ക് ക്യാഷ് തിരിച്ചു തരുമോ, ഇയാളെ ക്രെഡിറ്റ് ടൈം എങ്ങനെയാണ്, ഡിസ്കൗണ്ട് കൊടുക്കണോ എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് ടേംസ് ഒക്കെ കൊടുക്കുന്നവരാണ് ക്രെഡിറ്റ് മാനേജറാണ്. അതുപോലെ തന്നെ ഇതിനുള്ള ഇൻവോയ്സസും അതുപോലെ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യലും സെയിൽസ് റിട്ടേൺ ഒക്കെ നോക്കുന്ന ആരാണ്? അതിനുള്ള അപ്രൂവൽസ് കൊടുക്കുന്നവരാണ് അക്കൗണ്ട്സ് റിസീവബിൾ മാനേജറാണ്. അപ്പോൾ ഇവിടെ 3 പേർക്ക് ഓതറൈസേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോയ്സസ് കസ്റ്റമേഴ്സ്, അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് റെക്കോർഡ്സ് റിസീവബിൾസ് ആൻഡ് റൈറ്റ് ഓഫ്സ് അല്ലേ. അതായത് നമ്മളൊരു സെയിൽസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോയ്സസ് കസ്റ്റമേഴ്സ് അല്ലേ. അതായത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കസ്റ്റമേഴ്സിലേക്ക് ഇൻവോയ്സ് കൊടുക്കുന്നത് നമ്മളൊരു സെയിൽസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അക്കൗണ്ട്സ് റിസീവബിൾ ആണ് എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യും അല്ലേ. അതായത് റൈറ്റ് ഓഫ്സ് ഒക്കെ എന്തെങ്കിലും എഴുതി തള്ളാനൊക്കെ ഉണ്ടെങ്കിൽ അത് അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇൻവോയ്സ് കൊടുക്കുന്നത്, അവരത് റെക്കോർഡ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും ലൈക്ക് റൈറ്റ് ഓഫ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ കസ്റ്റഡി, വെയർഹൗസ് കൺട്രോൾ, ഇൻവെൻട്രി അണ്ടിൽ ഷിപ്മെൻറ്റ്, ഷിപ്പിംഗ് റിലീസ് ഗുഡ്സ് അപ്പോൺ വെരിഫൈഡ് ഓതറൈസേഷൻ അല്ലേ. അതായത് നമ്മുടെ ഇൻവെൻട്രി ആണ് നമ്മൾ ലൈക്ക് വിൽക്കുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ്. അപ്പോൾ ഇത് വെയർഹൗസ് കൺട്രോളിലായിരിക്കും ഈ ഇൻവെൻട്രി എവിടം വരെ നമ്മൾ ഷിപ്മെൻറ്റ് നടത്തുന്നത് വരെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കസ്റ്റഡി ആർക്കായിരിക്കും? വെയർഹൗസ് പേഴ്സണലിനായിരിക്കും ഇതിൻ്റെ കസ്റ്റഡി. ഓക്കെ, ലാസ്റ്റ് വൺ റെക്കൺസിലിയേഷൻ. ഇത് നമുക്കിനി പരിശോധിക്കണം അല്ലേ. ഇത് നമുക്കിനി പരിശോധിക്കണം. അത് അക്കൗണ്ടിങ് റെക്കൺസിലിയേസ് അക്കൗണ്ട് റിസീവബിൾ സബ്സിഡറി ലെഡ്ജർ ടു ജനറൽ ലെഡ്ജർ അല്ലേ. അതായത് അക്കൗണ്ട് റിസീവബിൾ സബ്സിഡറി ലെഡ്ജർ ടു ജനറൽ ലെഡ്ജർ, അത് നമ്മൾ അങ്ങനെ റെക്കൺസിൽ ചെയ്യും. അതായത് അക്കൗണ്ട് റിസീവബിൾ സബ്സിഡറി ലെഡ്ജറും ജനറൽ ലെഡ്ജറും കൂടി നോക്കിയിട്ട് റെക്കൺസിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? ക്രെഡിറ്റ് സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഓതറൈസേഷനും അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിങ്ങും കസ്റ്റഡീനെയും റെക്കൺസിലേഷനെയും കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, ക്രെഡിറ്റ് സെയിൽസിൻ്റെത്. ഓക്കെ, അതിൻ്റെ ഓതറൈസേഷൻ ആർക്കൊക്കെ ആയിരുന്നു? 3 ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ലേ. അതായത് സെയിൽസ് മാനേജറായിരുന്നു എന്ത് ചെയ്യേണ്ടത്? സെയിൽസിനെ അപ്രൂവ് ചെയ്യേണ്ടത്, സെയിൽസ് നടത്തിക്കോ എന്ന് പറയേണ്ടത്. ക്രെഡിറ്റ് മാനേജറായിരുന്നു എന്ത് ചെയ്യേണ്ടത്? ആ കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് ടേംസും ലൈക്ക് അതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇയാളുടെ സിബിൽ സ്കോറും ഇയാൾക്ക് ക്രെഡിറ്റ് എത്ര ടൈമിന് കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ള ക്രെഡിറ്റ് ടേംസ് ഒക്കെ അതിന് അപ്രൂവ് ചെയ്യേണ്ടത് ആരായിരുന്നു? ക്രെഡിറ്റ് മാനേജറായിരുന്നു. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ മാനേജറായിരുന്നു ഇൻവോയ്സും അതുപോലെ തന്നെ റൈറ്റ് ഓഫും സെയിൽസ് റിട്ടേണും ഒക്കെ ഓതറൈസേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 പേര് ഓതറൈസേഷൻ കൊടുത്തു. അതുപോലെ തന്നെ 2 പേരായിരുന്നു ഇവിടെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് അല്ലേ. ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോയ്സ് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് റെക്കോർഡ് റിസീവബിൾസ് ആൻഡ് റൈറ്റ് ഓഫ്സ് അല്ലേ. അതായത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫായിരുന്നു ആ ഇൻവോയ്സസ് ഒക്കെ കൊടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫായിരുന്നു ആ റിസീവബിൾസും അതുപോലെ തന്നെ റൈറ്റ് ഓഫും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 പേര് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു, 3 പേര് ഓതറൈസേഷൻ നൽകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസ്റ്റഡിനെ കുറിച്ചും റിക്കൺസിലിയേഷനെ കുറിച്ചും പറഞ്ഞു അല്ലേ. കസ്റ്റഡി എന്ന് പറയുമ്പോഴേക്കും ലൈക്ക് നമ്മുടെ ഇൻവെൻട്രി ആണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അത് വെയർ ഹൗസിന് തന്നെയായിരിക്കും ആ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത് അണ്ടിൽ ഷിപ്മെൻറ്റ് വരെ അല്ലേ. ഷിപ്മെൻറ്റിലേക്ക് പോകുന്നത് വരെ വെയർ ഹൗസിന് തന്നെ ആയിരിക്കും അതിൻ്റെ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ട്രാൻസാക്ഷൻസ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിൻ്റെ. എന്തൊക്കെയായിരുന്നു? ഇൻവെൻട്രി പർച്ചേസും അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിളും ദെൻ ക്രെഡിറ്റ് സെയിൽസും. ഈ 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ 4 ലെവലിലേക്ക് കാര്യങ്ങൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക? ഓതറൈസേഷൻ, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്, പിന്നെ കസ്റ്റഡി, അതുപോലെ തന്നെ റിക്കൺസിലിയേഷൻ. ഈ 4 തലങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് 2 എക്സാമ്പിൾ കൂടി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു 25 മിനിറ്റ് എബോ ആയതുകൊണ്ട് നമുക്ക് ആ 2 ട്രാൻസാക്ഷൻസും അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.